പരംപൂർ എന്നൊരു ഗ്രാമത്തിൽ സുശീല, മഹേഷ് എന്ന് പറയുന്ന ദമ്പതികൾ ഉണ്ടായിരുന്നു. അവർക്കൊരു മകളുണ്ടായിരുന്നു. മകളുടെ പേരാണ് മായ. അവൾക്ക് 5 വയസ്സായിരുന്നു പ്രായം. അവളെ മാതാപിതാക്കൾ വളരെ സ്നേഹിച്ച് ലാളിച്ചാണ് വളർത്തിക്കൊണ്ടിരുന്നത്. അവൾ വളരെ ബുദ്ധിമതിയായൊരു കുട്ടിയായിരുന്നു. ഒരു ദിവസം അവൾ മഹേഷിനോട് ഇങ്ങനെ പറയുന്നു: അച്ഛാ, ഇന്ന് നമ്മൾക്ക് ഫിലിം കാണാൻ പോയാലോ? ശരി മോളെ, നമുക്ക് വൈകുന്നേരം പോവാം. മഹേഷ് അതിന് ശരിയെന്ന് പറയുന്നു. അത് കേട്ടതും മായയ്ക്ക് വളരെ സന്തോഷമാകുന്നു. എന്താ സുശീല, നീ ഇതുവരെ റെഡി ആയില്ലേ? വൈകിട്ട് സിനിമയ്ക്ക് പോകാമെന്ന് ഞാൻ പറഞ്ഞതല്ലേ? എന്തിനാ ചേട്ടാ? ഇവിടെ നിന്ന് ടൗണിലേക്ക് പോണം. ടൗണിലേക്ക് പോകുന്നതിനും വരുന്നതിൻ്റെയും ചെലവ്, പിന്നെ ഫിലിമിന് ടിക്കറ്റ് എടുക്കേണ്ട ചെലവ്, അതുകൂടാതെ അതിനിടയ്ക്ക് ഭക്ഷണത്തിന്റെ ചെലവ്, അങ്ങനെ എന്തോരം ചെലവാണ്. അതുമല്ല, എനിക്കിപ്പോൾ ഫിലിം കാണാൻ വലിയ താല്പര്യമൊന്നുമില്ല. നിങ്ങൾ പോയിട്ട് വാ, മഴ പെയ്യാൻ പോകുന്ന പോലെയുണ്ട്. സൂക്ഷിച്ചിട്ട് പോയിട്ട് വാട്ടോ. ശരിയെന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് പോകുന്നു. അവർ പോയി കുറച്ചു സമയത്തിന് ശേഷം തന്നെ അവിടെ വളരെ ശക്തിയായ കാറ്റോടുകൂടി മഴ പെയ്യുന്നു. മായയുടെ വീട് ഒരു കുടിലായതുകൊണ്ട് ആ കാറ്റിൽ ആ കുടിൽ അങ്ങനെ മറിഞ്ഞു വീഴുന്നു. ആ സംഭവത്തിൽ ആ വീട്ടിനുള്ളിൽ സുശീല മരണപ്പെടുകയും ചെയ്യുന്നു. അതിനുശേഷവും കുറേ നേരത്തേക്ക് അവിടെ മഴ തന്നെയായിരുന്നു. അങ്ങനെ കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ മഴയും കാറ്റുമെല്ലാം ശാന്തമാകുന്നു. ഇതൊന്നും അറിയാതെ മഹേഷും മായയും ഫിലിം കണ്ട് തിരിച്ചു വരുന്നു. വെള്ളമെല്ലാം കണ്ടപ്പോൾ തന്നെ നന്നായി മഴ പെയ്തിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അവരവരുടെ വീട്ടിലെത്തിയപ്പോഴാണ് വീടാകെ തകർന്നു കിടക്കുന്നതും സുശീല മരിച്ചു എന്നതും അറിയുന്നു. രണ്ടുപേരും ഒരുപാട് കരയുന്നു. മഹേഷ് അപ്പോൾ തന്നെ അവന്റെ എല്ലാ ബന്ധുക്കളെയും വിളിച്ച് കാര്യം പറയുന്നു. അവരെല്ലാവരും വന്ന് സുശീലയുടെ കർമ്മങ്ങളെല്ലാം നല്ല രീതിയിൽ ചെയ്യുന്നു. അച്ഛനും മകളും കുറച്ചു ദിവസം കൂടി അവിടെ കഴിയുന്നു. അതിനുശേഷം അവർ രണ്ടുപേരും മറ്റൊരു ഗ്രാമത്തിലേക്ക് മാറി അവിടെ ജീവിതം ആരംഭിക്കുന്നു. അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ മഹേഷ് പ്രമീള എന്ന പേരുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നു. അവർക്ക് കാവ്യ എന്ന പേരുള്ളൊരു മകളും ഉണ്ടാകുന്നു. അവരെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി കഴിയുന്നു. പക്ഷേ കാവ്യയ്ക്ക് മായയെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ഒരു ദിവസം പ്രമീള മായയ്ക്ക് ഭക്ഷണം വാരിക്കൊടുക്കുകയായിരുന്നു. അപ്പോഴാണ് കാവ്യ അങ്ങോട്ടേക്ക് വരുന്നത്. കാവ്യയ്ക്ക് ഇതൊന്നും ഇഷ്ടമായില്ല. കാവ്യ വന്ന് ആ ഭക്ഷണപാത്രം അവിടുന്ന് തട്ടിത്തെറിപ്പിക്കുന്നു. അമ്മേ, അമ്മ എന്തിനാണ് ഇവൾക്ക് വാരിക്കൊടുക്കുന്നത്? ഇവൾക്ക് സ്വന്തമായിട്ട് 2 കൈയില്ലേ? ഇവൾക്ക് സ്വയം കഴിക്കാൻ അറിയില്ലേ? മോളെ, ഇന്ന് അമ്മയ്ക്ക് തീരെ വയ്യായിരുന്നു. അവൾ പച്ചക്കറി അരിയുന്നതിന്റെ ഇടയ്ക്ക് അവളുടെ കൈ മുറിഞ്ഞു. അതുകൊണ്ടാ ഞാൻ അവൾക്ക് വാരിക്കൊടുക്കുന്നത്. അവളുടെ കൈക്കും കാലിനും എന്തെങ്കിലും പറ്റിയാ എനിക്കെന്താ? അമ്മ ഇങ്ങനെയൊന്നും ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. അമ്മ എന്റെ മാത്രം അമ്മയാണ്, അവളുടെ അല്ല. അവളുടെ ഈ സംസാരം പ്രമീളയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. നീ വല്ലാതെ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവളെ അടിക്കുന്നു. അപ്പോൾ കാവ്യ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു: നിങ്ങൾക്ക് എന്നെക്കാളും ഇഷ്ടം അവളെയാണല്ലേ, അതുകൊണ്ടല്ലേ നിങ്ങൾ എന്നെ അടിച്ചത്. അവൾ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പോകുന്നതിനിടയ്ക്ക് നീ എന്റെ അമ്മയെ കൊണ്ട് എനിക്ക് തല്ലി മേടിച്ചു തന്നല്ലേ, ഇനി ഞാൻ കാണിച്ചു തരാം നിനക്ക്. ഇങ്ങനെ പറഞ്ഞ് അവൾ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടു പോകുന്നു. അത് കണ്ടപ്പോൾ പ്രമീളയ്ക്കും ആകെ വിഷമമാകുന്നു. അന്ന് രാത്രി കാവ്യ ഭക്ഷണമൊന്നും കഴിക്കാതെ ആരോടും മിണ്ടാതെ ആ മുറിയിൽ തന്നെ ഇരിക്കുന്നു. വീട്ടിലുള്ളവരെല്ലാവരും മാറി മാറി അവളെ എത്രയോ വിളിച്ചിട്ടും വാതിലിന് മുട്ടിയിട്ടും അവൾ പുറത്തേക്ക് വന്നതേയില്ല. അവർക്കെല്ലാവർക്കും വല്ലാതെ പേടിയാവാൻ തുടങ്ങുന്നു. മോളെ, വാതിൽ തുറക്ക്. ഞാൻ തുറക്കില്ല. നിങ്ങൾക്ക് എന്നെക്കാളും ഇഷ്ടം അവളെയല്ലേ. ഞാന് ഇവിടെ കിടന്ന് ഒന്നില്ലെങ്കിൽ തൂങ്ങി മരിക്കാം, അല്ലെങ്കിൽ കത്തിയെടുത്ത് കുത്തി ഞാൻ മരിച്ചോളാം. എന്നെ ആർക്കും ഇഷ്ടമല്ലല്ലോ. നിങ്ങൾ അവളുടെ കൂടെ സന്തോഷമായിട്ട് ജീവിച്ചു. ഇത് കേട്ടതും എല്ലാവർക്കും പേടിയാകുന്നു. മോളെ, നീ ഇങ്ങനെയൊന്നും പറയല്ലേ. ഇന്നു മുതൽ നീ എന്ത് പറയുന്നോ ഞങ്ങൾ അതനുസരിക്കാം. നല്ല മോളല്ലേ, ഒന്ന് വാതിൽ തുറക്ക്. ശരി, ഞാൻ പുറത്തേക്ക് വരാം. പക്ഷേ എനിക്ക് 2 നിർദ്ദേശങ്ങളുണ്ട്. അത് രണ്ടും നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ മാത്രം ഞാൻ പുറത്തേക്ക് വരുള്ളൂ. ഇന്നു മുതൽ ഞാൻ എനിക്ക് തോന്നുന്ന പോലെയൊക്കെ ചെയ്യും. മായയോടും ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ പെരുമാറുള്ളൂ. അതിനാരും എന്നോട് ഒന്നും പറയരുത്. ഇത് രണ്ടും നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ മാത്രമേ ഞാൻ വാതിൽ തുറക്കുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് മരിക്കും. ഇത് കേട്ട് അച്ഛനും അമ്മയും എന്തു പറയണമെന്നറിയാതെ ഞെട്ടി നിൽക്കുന്നു. അപ്പോൾ മായ ഇങ്ങനെ പറയുന്നു: മോളെ, ശരി, നീ പറയുന്നത് പോലെ തന്നെ എല്ലാം കേൾക്കാം. അത് നീയല്ല പറയേണ്ടത്, അച്ഛനും അമ്മയാ പറയേണ്ടത്. നീ എന്തിനാ പറയുന്നത്? നിന്നോട് ഞാൻ ചോദിച്ചില്ലല്ലോ. അച്ഛനും അമ്മയും അത് സമ്മതിച്ചു കൊടുക്കുന്നു. അപ്പോൾ കാവ്യ പുറത്തേക്ക് വരുന്നു. അന്നത്തെ ദിവസം അച്ഛനും അമ്മയും കാവ്യയുടെ കൂടെ കൂടുതൽ സമയം ചിലവഴിക്കുന്നു. ഇത് കണ്ട് മായ വിഷമിക്കുന്നു. അങ്ങനെ ഇതുപോലെ കുറച്ചു ദിവസങ്ങൾ കടന്നുപോകുന്നു. ഇങ്ങനെ വീട്ടിലെല്ലാവരും
കാവ്യയെ കൂടുതൽ സ്നേഹിക്കാൻ തുടങ്ങുന്നു. ഇങ്ങനെ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം മായ വളരെ സന്തോഷത്തോടെ അമ്മയോട് ഇങ്ങനെ പറയുന്നു. അമ്മേ, ഞാൻ ക്ലാസ്സിൽ ഫസ്റ്റായി. ഇതാ എന്റെ പ്രോഗ്രസ് കാർഡ്. പ്രമീള ഇത് കണ്ട് വളരെയധികം സന്തോഷിക്കുന്നു. മോൾ ഇതുപോലെ നന്നായിട്ട് പഠിക്കണം കേട്ടോ. അപ്പോൾ തന്നെ കാവ്യയും അവളുടെ പ്രോഗ്രസ് കാർഡുമായി അങ്ങോട്ട് വരുന്നു. അമ്മേ, ഞാൻ ക്ലാസ്സിൽ സെക്കൻഡായി. ഇങ്ങനെ പറയുന്നു. അതെയോ, കണ്ടോ, ചേച്ചി ഫസ്റ്റായി. അതുപോലെ അടുത്ത പ്രാവശ്യം നീയും ഫസ്റ്റാകണം. ഇത് കേട്ടതും കാവ്യയ്ക്ക് ദേഷ്യം വരുന്നു. അമ്മ എപ്പോഴും എന്തിനാണ് എന്റെ അതേ സ്ഥാനം ചേച്ചിക്ക് കൊടുക്കുന്നത്? ഇനി മുതൽ ചേച്ചി സ്കൂളിൽ പോകുകയാണെങ്കിൽ ഞാനും സ്കൂളിൽ പോകില്ല. കാവ്യ ഇങ്ങനെ പറഞ്ഞത് കേട്ട് പ്രമീള എന്തു പറയണമെന്നറിയാതെ ആകെ തരിച്ചു നിൽക്കുന്നു. ആ പേരും പറഞ്ഞ് വീട്ടിൽ 2 ദിവസം ഭയങ്കര ബഹളം നടക്കുന്നു. അവസാനം വേറൊരു വഴിയുമില്ലാതെ അവർ കാവ്യ പറഞ്ഞതുപോലെ മായയുടെ പഠിത്തം നിർത്തുന്നു. കാവ്യയ്ക്ക് അത് വളരെയധികം സന്തോഷമാകുന്നു. അന്നു മുതൽ കാവ്യ മായയെക്കൊണ്ട് എല്ലാ പണികളും എടുപ്പിക്കുന്നു. അവളുടെ തുണി അലക്കൽ, ഷൂ പോളിഷ് ചെയ്യൽ, അങ്ങനെ ആ വീട്ടിലെ എല്ലാ പണികളും കാവ്യ മായയെ കൊണ്ട് എടുപ്പിക്കുന്നു. മായ ഒന്നും പറയാതെ അതെല്ലാം ചെയ്തുകൊണ്ടേയിരുന്നു. മായയോട് വളരെയധികം അഹങ്കാരത്തോടു കൂടിയായിരുന്നു കാവ്യ പെരുമാറിക്കൊണ്ടിരുന്നത്. ഇടയ്ക്ക് മായയെ അടിക്കാറുമുണ്ടായിരുന്നു. ഇതൊന്നും അച്ഛനും അമ്മയ്ക്കും ഒട്ടും തന്നെ ഇഷ്ടമുണ്ടായിരുന്നില്ല. അവർ ഭാര്യയും ഭർത്താവും ഒരിക്കൽ ഇങ്ങനെ സംസാരിക്കുന്നു. സുശീല, നീ രണ്ടാനമ്മയെ പോലെയല്ല, സ്വന്തം അമ്മയെ പോലെയാണ് മായയെ നോക്കുന്നത്. അതിലെനിക്ക് സന്തോഷമുണ്ട്. പക്ഷെ നമ്മുടെ രണ്ടാമത്തെ മകൾ എന്താ ഇങ്ങനെ പെരുമാറുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് വളരെ വിഷമമുണ്ട്. എന്റെ മനസ്സിലും ഈ വിഷമം അങ്ങനെ തന്നെ കിടപ്പുണ്ട്. മായയ്ക്ക് രണ്ടാനമ്മയിൽ നിന്ന് ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ എന്റെ മകൾ അവളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് ഒന്നും അറിയുന്നില്ല. ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അവസാനം രണ്ടുപേരും കൂടെ കുറച്ചുനാൾ എവിടെയെങ്കിലും മാറി നിന്നാലോ എന്നാലോചിക്കുന്നു. അപ്പോൾ അവിടെ മായയും കാവ്യയും തനിച്ചാകുമല്ലോ. അന്ന് രാത്രി മായയും കാവ്യയും ഉറങ്ങുന്ന സമയത്ത് അച്ഛനും അമ്മയും വീട്ടിൽ നിന്ന് പോകുന്നു. അവർ രണ്ടുപേരും അച്ഛനും അമ്മയെയും എല്ലായിടത്തും നോക്കുന്നു. അവർക്ക് അച്ഛനെയും അമ്മയും അവിടെ കാണാനേ പറ്റുന്നില്ല. രണ്ടുപേരും മുഖം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു നിൽക്കുകയാണ്. കാവ്യ ഓരോ കാര്യങ്ങൾക്കും മായയോട് വല്ലാതെ അടികൂടിക്കൊണ്ടിരിക്കുകയാണ്. മായ അതെല്ലാം സഹിക്കുന്നുമുണ്ട്. മായ ആ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്ത് കാവ്യയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു. എന്നിട്ടും അച്ഛനും അമ്മയും തിരിച്ചു വന്നില്ല. കാരണം അവർ രണ്ടുപേരും ഒരു റോഡ് ആക്സിഡന്റിൽ മരണപ്പെടുന്നു. ഇതൊന്നും അറിയാതെ കാവ്യയും മായയും വീട്ടിൽ കഴിയുന്നു. ദിവസം ചെല്ലുന്തോറും വീട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയായി തുടങ്ങുന്നു. കാവ്യയ്ക്ക് പഠിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. വീട്ടിലെ അവസ്ഥ അറിയുന്നത് കൊണ്ട് അവൾ എങ്ങോട്ടും പോകാതെ വീട്ടിനുള്ളിൽ തന്നെ ഇരിക്കുന്നു. അപ്പോൾ മായ കാവ്യയോട് ഇങ്ങനെ പറയുന്നു. കാവ്യ, നിനക്ക് പഠിക്കാൻ നല്ല ആഗ്രഹമില്ലേ? നീ പഠിക്കാൻ പൊയ്ക്കോളൂ. ഞാൻ എങ്ങനെയും കഷ്ടപ്പെട്ട് നിന്നെ പഠിപ്പിച്ചോളാം. ഇത് കേട്ടതും കാവ്യയ്ക്ക് ദേഷ്യം വന്ന് അവളൊന്നും മിണ്ടാതെ ഇരിക്കുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോകുന്നു. അമ്മയും അച്ഛനും ഇപ്പോൾ അവരുടെ കൂടെ ഇല്ല എന്ന് അവർ മനസ്സിലാക്കുന്നു. മായ കാണിക്കുന്ന സ്നേഹം കാവ്യയ്ക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങുന്നു. മായ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കാവ്യയെ പഠിപ്പിക്കുന്നു. ഞായറാഴ്ചകളിലും അല്ലാതെയുള്ള ഒഴിവു സമയങ്ങളിലും കാവ്യ മായയെ സഹായിക്കുന്നു. അവരുടെ ഇടയിൽ ഒരു സ്നേഹം വളർന്നു വരുന്നു. അവർ രണ്ടുപേരും സ്നേഹത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് കഴിയുന്നു. അവരുടെ മാതാപിതാക്കൾ എപ്പോ വരും എന്നോർത്ത് അവർ ജീവിതം മുന്നോട്ടു പോകുന്നു. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ കഥകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.